സീരിയൽ കില്ലറെന്ന് സംശയിക്കുന്ന ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായക തെളിവ് ക്രൈംബ്രാഞ്ചിന് കിട്ടിയത്. സെബാസ്റ്റ്യൻ പണമിടപാട് സ്ഥാപനങ്ങളിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ ജൈനമ്മയുടേത് തന്നെയാണ് എന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. രക്തക്കറ ജൈനമ്മയുടേത് തന്നെയെന്ന് വ്യക്തമായതോടെ 3 സ്ത്രീകളെ കാണാതായ കേസിൽ ആദ്യ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പുറകുവശത്തെ മുറിയിലായിരുന്നു രക്തക്കറ കണ്ടെത്തിയത്. അതേസമയം വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹാവശിഷ്ടങ്ങളുടെ DNA ഫലം ലഭിച്ചാൽ മാത്രമേ തെളിവുകൾക്ക് സ്ഥിരീകരണമുണ്ടാകൂ. ശരീരാവശിഷ്ടങ്ങൾ സ്ത്രീയുടേതാണ് എന്ന് വ്യക്തമായിരുന്നു. ഫലം ലഭിച്ചിട്ടില്ല എങ്കിലും ഇത് ജൈനമ്മയുടെ മൃതദേഹാവശിഷ്ടമാണ് എന്ന നിഗമനത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. അതിരമ്പുഴ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ധ്യാന കേന്ദ്രങ്ങളിൽ പതിവായി പോകുമായിരുന്ന ജൈനമ്മയെ അവിടെ വെച്ചാകും സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടിരിക്കുക എന്നാണ് നിഗമനം. ജൈനമ്മയെ കൂടാതെ ചേർത്തല വാരനാട് സ്വദേശി ഐഷ, കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ എന്നിവരെ കാണാതായ കേസിലും സെബാസ്റ്റ്യൻ പ്രതിയാണ്. 3 പേരും കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്ന് അന്വേഷണ സംഘം കരുതുന്നു. ജൈനമ്മയെ കൊലപ്പെടുത്തിയതായി ഇപ്പോൾ തെളിവുകൾ ലഭിച്ചുവെങ്കിലും ബിന്ദു പത്മനാഭന്റെയും ഹൈറുമ്മ എന്ന ഐഷയുടെയും തിരോധാനത്തിൽ ഒരു തുമ്പും ഇതുവരെ കിട്ടിയിട്ടില്ല. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ 2 തവണ റഡാറും കടാവർ നായയും അടക്കം എത്തിച്ചു നടത്തിയ തിരച്ചിലിൽ കത്തിക്കരിഞ്ഞ അസ്ഥികൾ, ബാഗ്, കൊന്ത തുടങ്ങിയവ കണ്ടെത്തിയിരുന്നു. പറമ്പിൽ നടത്തിയ പരിശോധനയിൽ മറ്റ് തെളിവുകൾക്കൊപ്പം മൂടിയ നിലയിൽ ഒരു കിണർ കൂടി ഉണ്ട് എന്നും കണ്ടെത്തി. ഉപയോഗമില്ലാതെ കിടന്നിരുന്ന കിണർ 3 വർഷം മുൻപ് മൂടിയെന്ന സെബാസ്റ്റ്യനിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ഇത് തുറന്ന് പരിശോധിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഐഷ കേസിലും ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി സെബാസ്റ്റ്യന്റെ സ്വത്ത് വിവരങ്ങളും ഭൂമി ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റ്യൻ കഴിഞ്ഞ 20 വർഷത്തിനിടെ നടത്തിയ ഭൂമി ഇടപാടുകളുടെ വിവരങ്ങളാണ് പരിശോധിക്കുന്നത്. വസ്തു പണം ഇടപാട് ലാക്കാക്കിയാണ് സെബാസ്റ്റ്യൻ ഈ 3 സ്ത്രീകളെയും ബന്ധപ്പെട്ടത്. ജൈനമ്മയുടെ സ്വർണം പണയം വെച്ച് കിട്ടിയ പണം ഉപയോഗിച്ച് റെഫ്രിജറേറ്റർ വാങ്ങിയതായി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ജൈനമ്മയെ കാണാതായ 2024 ഡിസംബർ 23 രാത്രിയാണ് ചേർത്തലയിലുള്ള കടയിൽ നിന്ന് റെഫ്രിജറേറ്റർ വാങ്ങിയത്. റെഫ്രിജറേറ്റർ ഏറ്റുമാനൂരിലുള്ള സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2024 ഡിസംബർ 23 ജൈനമ്മയെ കാണാതായത്. പാലായിൽ ധ്യാനത്തിന് പോകുകയാണ് എന്ന് പറഞ്ഞാണ് ജൈനമ്മ വീട്ടിൽ നിന്നിറങ്ങിയത്. 4 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്താതായതോടെ ഭർത്താവ്, അപ്പച്ചനും സഹോദരൻ സാവിയോ മാണിയും പോലീസിൽ പരാതി നൽകി. പക്ഷേ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല. തുടർന്ന് ഈ വർഷം ഏപ്രിലിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തത്. കാണാതായ ദിവസങ്ങളിൽ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ചേർത്തല പള്ളിപ്പുറത്തായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. സെബാസ്റ്റ്യനും ജൈനമ്മയും തമ്മിലുള്ള ഫോൺ കോൾ രേഖകൾ കൂടി പരിശോധിച്ചതോടെയാണ് ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്തത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് രക്തക്കറയും അസ്ഥികളും കാണുന്നത്. ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാനമാണ് സെബാസ്റ്റ്യൻ എന്ന പ്രതിയിലേക്ക് അന്വേഷണം എത്തിച്ചത്. 23 വർഷം മുൻപ് കാണാതായ ബിന്ദു 2003 മുതൽ സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും പലതവണ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വന്നിട്ടുള്ളതായും കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ബിന്ദുവിന്റെ പേരിൽ വ്യാജ മുക്തിയാർ ചമച്ച് വസ്തുവിൽപ്പന നടത്തിയതിനും തെളിവ് ലഭിച്ചു. ജൈനമ്മയെ കാണാതായപ്പോൾ ടവർ ലൊക്കേഷൻ വെച്ചുള്ള തെളിവുകൾ ലഭിക്കും മുൻപ് തന്നെ സെബാസ്റ്റ്യനിലേക്ക് സംശയം നീങ്ങാനുള്ള കാരണവും സമാനമായ രീതിയിൽ കാണാതായ ബിന്ദുവുമായുള്ള ബന്ധവും തുടർന്നുള്ള കേസുകളുമാണ്. ചേർത്തല വാർനാട് സ്വദേശി ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും സെബാസ്റ്റ്യന്റെ പങ്ക് അന്വേഷിക്കുന്നുണ്ട്. ചേർത്തല ശാസ്താംകവല സ്വദേശിനി റോസമ്മയാണ് കാണാതാകുന്ന സമയത്ത് ഐഷയും സെബാസ്റ്റ്യനും അടുത്ത ബന്ധത്തിലായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയത്. സ്ഥലം വാങ്ങാനായി കരുതി വെച്ചിരുന്ന പണമടക്കം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നതായും ഇത് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തിട്ടുണ്ടാകാമെന്നുമാണ് റോസമ്മയുടെ മൊഴി. ഐഷയെ കാണാതായ ശേഷം പലപ്പോഴായി ഇവരുടെ ഫോണിൽ നിന്ന് തന്റെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരുന്നു. ഫോൺ എടുത്താൽ മറുപടി ഉണ്ടാകാറില്ല എന്നും തിരിച്ചു വിളിച്ചാൽ എടുക്കാറില്ല എന്നും റോസമ്മ പറയുന്നുണ്ട്. അതേസമയം തന്നെയും വിവാഹം കഴിക്കാൻ സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നതായി റോസമ്മ വ്യക്തമാക്കി. ഒറ്റയ്ക്ക് താമസിക്കുന്ന തന്റെ സ്വത്ത് ലക്ഷ്യമിട്ടാണ് സെബാസ്റ്റ്യൻ വിവാഹാലോചന നടത്തിയത്.
ബന്ധുക്കളെ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞ ശേഷം ഇയാൾ പിന്നീട് എത്തിയിട്ടില്ല എന്നും റോസമ്മ മൊഴി നൽകിയിട്ടുണ്ട്. ചേർത്തലയിൽ നിന്ന് 5 വർഷം മുൻപ് കാണാതായ സിന്ധുവിന്റെ കേസും സെബാസ്റ്റ്യൻ കുടുങ്ങിയതോടെയാണ് വീണ്ടും അന്വേഷിക്കുന്നത്. 2020 ഒക്ടോബർ 19 ചേർത്തലയിൽ നിന്ന് സിന്ധുവിനെ കാണാതായത്. തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് 2023 അർത്തുങ്കൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചിരുന്നു. അമ്പലത്തിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് സിന്ധു ഇറങ്ങിയത്. എന്നാൽ പിന്നീട് സിന്ധു തിരിച്ചു വന്നില്ല. 3 സ്ത്രീകളെ കാണാതായ കേസിന് സമാനമായ സാഹചര്യങ്ങൾ സിന്ധു തിരോധാന കേസിലും ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാകാനുള്ള സാധ്യതയുണ്ട് എന്ന സംശയം പോലീസിന് നേരത്തെ ഉണ്ടായിരുന്നു. സെബാസ്റ്റ്യന്റെ പറമ്പിൽ നിന്നും കണ്ടെടുത്ത അസ്ഥികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചാലേ കേസിലെ പൂർണ്ണമായ ചുരുൾ അഴിയുകയുള്ളൂ.